ഇലക്ഷൻ വരുന്ന അത് പറയട്ടായോ? ഒരു പണി, എല്ലാ പണി ഞാൻ ചെയ്യണം. എന്താ കാണിക്കുവാ? ഓട്ടോയ്ക്ക് ഇളയച്ചൻ വരുന്നു പറഞ്ഞില്ലയോ? തുടച്ചിടണ്ടായോ? കിളയ്ക്കാൻ പോകുന്ന കാര്യമല്ല പറഞ്ഞത്. കിളയ്ക്കാൻ പോയി. പിന്നെ വോട്ട് ചെയ്യണ്ടായോ? വോട്ട് ചെയ്യണ്ടായോ? ഞാൻ അതാ പറഞ്ഞത്. ആൾക്കാരൊക്കെ കയറി വരും. വീട്ടിൽ ആരെങ്കിലും വേണ്ടായോ? വേണം. അതാ ഞാൻ പറഞ്ഞു വന്നത്. പിന്നെ സമയം അങ്ങോ പോവാ. ഇല്ലണ്ടായോ? ചില്ലണ്ടായോ? ചില്ലണ്ടായോ? രണ്ടടിച്ചല്ലോ. വല്ല തിന്നണ്ടായോ? ഇല്ല, തിന്നണ്ടായോ? ഒരു കാര്യം ചെയ്യേ, ഞാൻ അടുപ്പത്ത് അരി ഇട്ടിട്ടുണ്ട്. അത് നോക്കിക്കോണം. ഞാൻ താഴെ കടയിൽ പോയി വല്ലം വയറ് നിറച്ച് കഴിച്ചിട്ട് വരാം. എന്തുവാ? ഒരു കാര്യം പറയട്ടെ. നീയേ ഒരു കാര്യം ചെയ്. കടയിലെങ്ങാനും പോയി വല്ലം കഴിക്ക. ഞാൻ കുളിച്ചിട്ടാ പോകുന്ന മനുഷ്യ. കഴിച്ചോ? കരിഞ്ഞോ? ഞാൻ പറഞ്ഞില്ലേ അടുപ്പത്ത് കിടക്കണോ നോക്കണോ കണ്ട് കരിഞ്ഞെന്ന്. അവിടെ ഇരിക്കെ, ഞാൻ പോയി നോക്കിട്ടോ. ചുമ്മാ കടന്ന് വായ അലക്കത്തേ ഉള്ളൂ, കാര്യമൊന്നും പറയത്തില്ല. ഞാനെന്തോ പൊട്ടനാന്നോ? എത്ര കൊല്ലമായി? ഹലോ, ഞാൻ ചോദിച്ചത്, നമുക്ക് ആ 10 വോട്ടും നമുക്ക് കിട്ടത്തില്ലയോ? ഇവിടെ 2 വോട്ടുമായിട്ട് ഞാൻ ഇവിടെ കയറി വന്നിട്ടുണ്ട്. ആ വീടുണ്ടെന്നല്ല പറഞ്ഞത്, അത് ഇപ്പം വീഴൊന്നും വേണം പറയാം, അതുപോലെ ഇരിക്കുക. പിന്നെ ഞാനൊരു നമ്പർ തരാം, മറ്റേ മെമ്പറെ ഒന്ന് വിളിച്ച് പറയണം. അപ്പം പറയാം 90 120 ഗ്ലാസ് ടച്ചിങ്. അതല്ല, 90 120 80 36 68. ഒന്ന് പറഞ്ഞേക്കണേ വോട്ടിങ് തരാനേ. ഇവിടെ ഇപ്പം 2 പേരുണ്ട്. ഞാൻ അപ്പച്ചനും അമ്മച്ചും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ശരി, ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാം. അച്ചായ, ഞാനേ റാന്നി പഞ്ചായത്തിൽ 9-ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട്. അപ്പൊ വോട്ടിങ് തരണം, അത് പറയാനാ വന്നേ. സുഖമാണല്ലോ അല്ലയോ? മക്കളിങ്ങ് വാ. എന്തുവാ കാര്യം? എവിടുന്നാ വന്നേ? ഞാനേ പഞ്ചായത്ത് ഇലക്ഷന് നിൽക്കുന്നുണ്ട്. പട്ടാളത്തിൽ പോയോ? പട്ടാളത്തിൽ പോയോന്ന്. അമ്മച്ചി വന്നു. അമ്മച്ചി കൊള്ളാം. അമ്മച്ചി, എന്റെ പൊന്നു മോനെ, ഇത് കേട്ടിട്ട് ചെവിയും കേൾക്കത്തില്ല, കണ്ണും കാണത്തില്ല, വെടിവെച്ചാ പോകുകയെന്ന് പറയും. നല്ല ഭാഷയോടാ എന്ന് പറഞ്ഞത്. എന്താ പറഞ്ഞട്ടെ? ഞാനേ ഈ പ്രാവശ്യം റാന്നി പഞ്ചായത്തിൽ 9-ാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുന്നു. അപ്പൊ വോട്ടിങ് തരണം, അത് പറയാനാ വന്നത്. സുഖമാണല്ലോ അല്ലയോ? മനസ്സിലായി. എന്തുവാ പറഞ്ഞ? എവിടുന്നാ വരുന്നേ? ഇതെന്തിയാ ചെവി വെക്കുന്ന? എന്തിയേ? കയ്യിൽ കൊണ്ട് നടക്കാം, ചുമ്മാതല്ല. അതോടെ കയറ്റി വെച്ചേ. മറന്നുപോയി. ഇപ്പം പറഞ്ഞ മനസ്സിലായോ? പറഞ്ഞ മനസ്സിലാവും. അപ്പൊ ഉറക്കെ പറഞ്ഞാ മതി, എനിക്ക് കേൾക്കാം കേട്ടോ. ഞാൻ പറയട്ടെ, ഇത് നമ്മുടെ ലിസ്റ്റ്. നിങ്ങൾക്ക് ഇത്ര വോട്ടാണ് ഇവിടെ ഉള്ളത്, മനസ്സിലായോ? മനസ്സിലായി. പിന്നെ ഈ വീട് ഞാൻ പൊളിക്കും. കാര്യം പറ്റുന്നില്ല. അതല്ലെന്ന്, പൊളിച്ചിട്ട് 2 നില പണിത് തരാം. 2 നില പണിത് തരാം. എന്താടി 2 തവണ പണി തരാമെന്നാ പറഞ്ഞോ? 2 തവണയല്ല, ഒറ്റ തവണ 1 നില. എന്തുവാ പറയാ കൂടുതല്? എന്താ മോനെ നീ ചുണ്ടനക്കാതെ എന്തുവാന്ന് വെച്ചാ കാര്യം പറയാ. ഒരു മിനിറ്റ്. റെജി സാന്ദ്ര ഇല്ലയോ? എന്തുവാ ഞാൻ പറഞ്ഞതേ, ഇങ്ങനെയാണ് ഞാൻ നിക്കത്തില്ല ഇലക്ഷന്. ഒരു 30 വീട് കയറേണ്ട സമയമാണ് നമ്മൾ ഈ ഒരു വീട്ടിൽ കളയുന്നത്. ഇത് കിട്ടിയെന്ന് പറയാം. അതന്നെയല്ല, തള്ളയൊക്കെ ചാകാറായിരിക്കുക. എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മളിത് കൊടുക്കാമെന്ന് പറഞ്ഞത് കൊടുക്കുന്നുണ്ടോ ആർക്കേലും? അതൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി. അപ്പോഴേ എന്തിനാ വന്നേ? കാര്യം പറ. ഞാൻ വോട്ടിന് നിൽക്കുന്നു പഞ്ചായത്തിൽ. കേക്കാവോ? അപ്പൊ പോസ്റ്റ് ഒട്ടിച്ച് കഴിഞ്ഞു. പോസ്റ്റ് ഒട്ടെങ്കിൽ വലിയ നമുക്ക് ഇവിടെ ഒരു പോസ്റ്റ് ഇടണം. എവിടെ? നമുക്ക് കറണ്ട് കമ്പി ഇങ്ങോട്ട് വലിക്കണ്ടായോ? പോസ്റ്റ് ഒട്ടിച്ച് കഴിഞ്ഞെന്ന്. എല്ലാ പോസ്റ്റേ ചിഹ്നം അത് കടയിൽ ഒട്ടിച്ചിട്ടുണ്ട്. ചിന്നക്കടയിൽ ആരെയാ വെട്ടി? ചിന്നക്കടയെ വെട്ടിയെന്നോ? പിന്നെ ജോസിനെ. എന്റെ പൊന്നപ്പച്ച പറയുന്നത് ചെവി കേക്കത്തല്ല. ഞാൻ വന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ലയോ, ചിന്നക്കടയിൽ എന്തുവാ പ്രശ്നമെന്ന് പറഞ്ഞത്? ചിന്നക്കടയിലല്ല, ചിഹ്നം കടയിൽ ഒട്ടിച്ചിട്ടുണ്ട്. വോട്ടങ്ങ് ചെയ്യണം. കേട്ടു. പറഞ്ഞാൽ മതി, കേൾക്കാം. അതുപോലെ ഇപ്രാവശ്യവും ഒരു പ്രത്യേക സംഭവം ഉണ്ട്. അത് ഞാൻ ജയിച്ചാലേ ഓരോ വീടിന് 20 പശുവിനെ വീതം കൊടുക്കും. 20 പശുവിനെ കൊടുക്കുന്നുണ്ട്. പശുവിനെ വേണ്ട.